ഐസോസെലസ് ട്രയാങ്കിൾ നല്ല എളുപ്പമുള്ള പോർഷനാണ്. ഒരു പ്രാവശ്യം നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ സുഖമായിട്ട് എല്ലാ പ്രോബ്ലംസും ചെയ്യാം. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ഐസോസെലസ് ട്രയാങ്കിൾ. ഐസോസെലസ് ട്രയാങ്കിൾസ് എന്ന് വെച്ചാൽ എന്താ? ഐസോസെലസ് ട്രയാങ്കിൾ എന്ന് വെച്ചാൽ ഇഫ് എ ട്രയാങ്കിൾ ഹാവ് ടു സൈഡ്സ് ആർ ഈക്വൽ. ഒരു ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡ്സ് ഈക്വൽ ആണ് എങ്കിൽ അതൊരു ഐസോസെലസ് ട്രയാങ്കിളാണ്. അതുപോലെ ഒരു ട്രയാങ്കിളിൻ്റെ രണ്ട് ആംഗിൾ ഈക്വൽ ആണെങ്കിലും അതൊരു ഐസോസെലസ് ട്രയാങ്കിളാണ്. മനസ്സിലായോ? ഇവിടെ എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിൾ നമുക്ക് എക്സാമ്പിളായിട്ട് എടുക്കാം. അവിടെ എ സി ഈക്വൽ ടു എ ബി 6 സെൻറ്റിമീറ്റർ, രണ്ടും 6 സെൻറ്റിമീറ്റർ ആണ്. എ സി ഈസ് ഈക്വൽ ടു എ ബി, ദാറ്റ് ഈസ് ഈക്വൽ ടു 6 സെൻറ്റിമീറ്റർ. അപ്പോൾ നമ്മൾ 3 കാര്യമാണ് ഐസോസെലസ് ട്രയാങ്കിളിൽ നോക്കേണ്ടത്. ടെക്സ്റ്റ് ബുക്കിലത്തെയാണ്. ഇഫ് ടു സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ആർ ഈക്വൽ. ഇഫ് ടു സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ആർ ഈക്വൽ. ഒരു ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡ് ഈക്വൽ ആണ് എങ്കിൽ ദ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ, ദ ആംഗിൾ ഓപ്പോസിറ്റ് ദീസ് സൈഡ്സ് ആർ ഓൾസോ ഈക്വൽ. രണ്ട് ആണ് എങ്കിൽ, അതായത് രണ്ട് സൈഡും ഈക്വൽ ആണെങ്കിൽ ദ ആംഗിൾ ഓപ്പോസിറ്റ്സ് ദീസ് സൈഡ്സ് ആർ ഓൾസോ ഈക്വൽ. ഈ സൈഡിലുള്ള ഓപ്പോസിറ്റ് ആംഗിൾസ് ഓൾസോ ആർ ഈക്വൽ. ഒന്നും കൂടി പറയാം. ഇഫ് ടു സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾസ് ആർ ഈക്വൽ. ഒരു ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡ് ഈക്വൽ ആണെങ്കിൽ ആ രണ്ട് സൈഡിൻ്റെ ഓപ്പോസിറ്റുള്ള ആംഗിൾസും ഈക്വൽ ആയിരിക്കും. മനസ്സിലായോ? അതാണ് നമ്മൾ ഫസ്റ്റത്തെ പോയിൻ്റ്. ഇനി ഇഫ് ടു സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ആർ ഈക്വൽ ദെൻ ദ സൈഡ്സ് ഓപ്പോസിറ്റ് ദ ഈക്വൽ ആംഗിൾസ് ആർ ഓൾസോ ഈക്വൽ. അതിന് നമ്മളൊരു എക്സാമ്പിൾ ചെയ്യാം. ഇപ്പോൾ നമ്മളൊരു മിഡ് പോയിൻ്റ് എ ടു ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുക. ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ഇതിന് ഈക്വലായിട്ടല്ല നമ്മൾ ഭാഗിക്കുന്നത്. അപ്പോൾ ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? 90 ഡിഗ്രി. ഈ ഒരു ആംഗിൾ എന്തായിരിക്കും? 180 മൈനസ് 90 ഡിഗ്രി, 90 ഡിഗ്രി. അല്ലെങ്കിൽ എന്താ? സപ്ലിമെൻ്ററി ആംഗിൾ അല്ലേ? സപ്ലിമെൻ്ററി ആംഗിൾ 180 മൈനസ് 90 ഡിഗ്രി, ഇതും 90 ഡിഗ്രിയാണ്. അപ്പോൾ ഒരു കാര്യം മനസ്സിലായോ? ഈ സൈഡിൻ്റെ ഓപ്പോസിറ്റുള്ള ആംഗിൾസ് ആർ ഈക്വൽ. ഈ സൈഡിൻ്റെ ഓപ്പോസിറ്റുള്ള ആംഗിൾസ് ആർ ഈക്വൽ. ഇഫ് ടു സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ആർ ഈക്വൽ then the sides opposites the equal angles. ഈക്വൽ ആംഗിൾസിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ്, അതായത് നമുക്ക് ഒരു ട്രയാങ്കിളോട് വരയ്ക്കാം. ഒരു ട്രയാങ്കിളിലെ ഈ ഒരു ആംഗിൾ 60 ഡിഗ്രിയാണ്, ഈ ഒരു ആംഗിൾ 60 ഡിഗ്രിയാണെന്ന് വിചാരിക്കാം. എ ബി സി. ഇങ്ങനെയാണെങ്കിൽ ഈ 60 ഡിഗ്രി, ഇത് രണ്ട് ഈക്വൽ ആംഗിൾസ് അല്ലേ? ഇതിൻ്റെ ഓപ്പോസിറ്റുള്ള സൈഡ് എ ആണെന്ന് വിചാരിക്കാം. ഇതിൻ്റെ ഓപ്പോസിറ്റുള്ള സൈഡ് എ, ഇതിൻ്റെ ഓപ്പോസിറ്റുള്ള സൈഡും എ ആയിരിക്കും. അതാണ് ഈ രണ്ടാമത്തെ പോയിന്റ് പറയുന്നത്. ഇഫ് ടു ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾസ് ആർ ഈക്വൽ ദെൻ ദ സൈഡ്സ് ഓപ്പോസിറ്റ് സൈഡ്, ഇതിന് ഈ 60 ഡിഗ്രിയുള്ള ഓപ്പോസിറ്റുള്ള ഈ സൈഡും ആംഗിൾ എ എന്ന് പറയുന്നതിൻ്റെ ഓപ്പോസിറ്റുള്ള ഈ സൈഡും ഈക്വൽ ആയിരിക്കും. മനസ്സിലായോ? ഇത്രേ ഉള്ളൂ. അപ്പോൾ രണ്ട് കാര്യം മനസ്സിലായില്ലേ? ഒരു കാര്യം നമ്മൾ സൈഡ് വെച്ചിട്ട് പറഞ്ഞു, രണ്ടാമത്തെ കാര്യം ആംഗിൾ വെച്ചിട്ട് പറഞ്ഞു. In an equilateral triangle all angles are 60 degree. അതെങ്ങനെ ഈക്വലാറ്ററൽ ട്രയാങ്കിളിൽ ഓൾ ആംഗിൾസ് ആർ 60 ഡിഗ്രി ആകുന്നത്? ഈക്വലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയുന്നത് എന്താ? അതിൻ്റെ എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കും, എല്ലാ ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് സം ചെയ്ത് നോക്കിയാൽ പോരെ. ഒരു ട്രയാങ്കിളിൻ്റെ സം എന്ന് പറയുന്നത് എന്താ? 180 ഡിഗ്രി അല്ലേ? 180 ഡിഗ്രീനെ ഡിവൈഡഡ് ബൈ ആംഗിൾസ് ചെയ്താൽ പോരെ. എത്ര ആംഗിൾസ് ഉണ്ടെന്ന്? 3 ആംഗിൾസ് അല്ലേ? അതെന്ന് പറയുന്നത് എത്രയാണ്? 60 ഡിഗ്രി അല്ലേ? അപ്പോൾ ഈ ഒരു ആംഗിൾ 60 ഡിഗ്രി, ഈ ഒരു ആംഗിൾ 60 ഡിഗ്രി, ഈ ഒരു ആംഗിൾ 60 ഡിഗ്രി കിട്ടിയല്ലോ. അപ്പം ഇതൊരു ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ഉണ്ട്. അപ്പോൾ നമ്മൾ 3 കാര്യം പഠിച്ചത് എന്തൊക്കെയാണ്? രണ്ട് സൈഡ് ഈക്വൽ സൈഡ് തരുവാണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ, ഓരോ സൈഡിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. രണ്ടാമത് എന്താ പഠിച്ചത്? രണ്ട് ആംഗിൾസ് ഈക്വൽ ആംഗിൾസ് തന്നിട്ടുണ്ടെങ്കിൽ ആ ആംഗിൾസിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും. മൂന്നാമത് തന്നത് എന്താ? ഈക്വലാറ്ററൽ ട്രയാങ്കിളിന് സമഭുജ ത്രികോണം, ഈക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കും. അതിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത് 60 ഡിഗ്രി ആയിരിക്കും. മനസ്സിലായോ? ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ കുറച്ച് പ്രോബ്ലംസ് നോക്കാം. വളരെ എളുപ്പമാണ് കേട്ടോ. നോക്കാം. ക്വസ്റ്റ്യൻ നോക്കിയാലോ.
എന്താ തന്നിരിക്കുന്നത്? രണ്ട് ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. സം ഐസോസ്ലസ് ട്രയാങ്കിൾസ് ഡ്രോൺ ബിലോ ഇൻ ഈച്ച് വൺ ആംഗിൾ ഈസ് ഗിവൺ. ഈ രണ്ട് ട്രയാങ്കിളിനും ഒറ്റ ആംഗിൾ വെച്ച് തന്നിട്ടുണ്ട്. ഫൈൻഡ് അതർ ടു ആംഗിൾസ്. ഇവിടെ നമുക്ക് വേറൊരു ക്ലൂസും തന്നിട്ടില്ല അല്ലേ? അങ്ങനെയുള്ള സമയത്ത് എന്താ ചെയ്യുക? ഇപ്പോൾ ഇവിടെ ഈ രണ്ട് ട്രയാങ്കിളും നമുക്ക് ഈ ഒരു ട്രയാങ്കിളാണെങ്കിൽ 30 ഡിഗ്രി തന്നിട്ടുള്ളൂ. അപ്പോൾ ബാക്കി രണ്ട് ആംഗിൾസ് എങ്ങനെ കണ്ടുപിടിക്കും? അപ്പോൾ നമ്മൾ ഈ വരച്ചേക്ക് നല്ല ടെക്സ്റ്റ് ബുക്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നല്ല വൃത്തിക്ക് തരാം. അപ്പോൾ നമുക്ക് ആ ഒരു ട്രയാങ്കിൾ കാണുമ്പോൾ മനസ്സിലാകും ഏതൊക്കെ സൈഡ്സ് ആയിരിക്കും ഈക്വൽ, ഏതൊക്കെ ആംഗിൾ ആയിരിക്കും ഈക്വൽ എന്ന്. ഇവിടെ ഏതൊക്കെ സൈഡാണ് ഈക്വൽ? എ ബി ഈസ് ഈക്വൽ ടു എ സി അല്ലേ? അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് ഈ ഒരു ആംഗിൾ, ഈ ഒരു സൈഡിൻ്റെ ഇവിടുത്തെ ഈക്വൽ അല്ലേ? ഈ ഒരു സൈഡും ഈക്വൽ ആണെങ്കിൽ ഈ ആംഗിൾ എന്ന് പറയുന്നത് 30 ഡിഗ്രി ആയിരിക്കും അല്ലേ? മനസ്സിലായോ? ഈ ഒരു ആംഗിളും 30 ഡിഗ്രി ആയിരിക്കും. എ ബി ഈസ് ഈക്വൽ ടു എ സി ആണെങ്കിൽ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ആംഗിൾ എങ്ങനെയാണ്? 180 മൈനസ് 60 ദാറ്റ് ഈസ് ഈക്വൽ ടു 180 മൈനസ് 60 ദാറ്റ് ഈസ് ഈക്വൽ ടു 120 ഡിഗ്രി. ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് 120 ഡിഗ്രി ആയിരിക്കും അല്ലേ? അടുത്ത നമുക്ക് നോക്കാം. എളുപ്പത്തിൽ കണ്ടുപിടിച്ചു അല്ലേ? അടുത്തത് എങ്ങനെയാണ്? ഈ ഫിഗർ നോക്കിയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ 40 ഡിഗ്രി തന്നിരിക്കുന്നത്. ഇവിടുത്തെ ഇപ്പോൾ ഈ സൈഡ് നോക്കുമ്പോൾ നമുക്കിവിടെ ഏതൊക്കെയായിരിക്കും സൈഡ്സ് ഈക്വൽ? പി ആർ ഈസ് ഈക്വൽ ടു ക്യു ആർ അല്ലേ? ഈ ഒരു സൈഡും ഈക്വൽ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്കൊരു എ എന്നിടാം, ഇത് എ എന്നിടാം. ഇതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ തന്നിട്ടില്ല, ഇതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ തന്നിട്ടില്ല. പക്ഷെ ഒരു കാര്യം തന്നിട്ടുണ്ട്, ഇതിൻ്റെ മുകളിലത്തെ ആംഗിൾ 40 ഡിഗ്രിയാണ്. 40 ഡിഗ്രി 180 മൈനസ് ചെയ്തിട്ട് ആ കിട്ടുന്ന ഉത്തരം ഡിവൈഡ് ബൈ 2 ചെയ്യുവാണെങ്കിൽ ആംഗിൾ പിയും ആംഗിൾ ക്യൂവും കിട്ടില്ലേ? എങ്ങനെയാണ്? 40 ഡിഗ്രി 180 മൈനസ് 40 ഡിഗ്രി ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ? 140 ഡിഗ്രി. ഈ 140നെ തുല്യമായി ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആംഗിൾ ആർ പി ക്യൂവും ആംഗിൾ പി ക്യൂ ആറും കിട്ടില്ലേ? ആംഗിൾ പിയും ആംഗിൾ ക്യൂവും കിട്ടില്ലേ? 140 ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു 70 ഡിഗ്രി. 70 ഡിഗ്രി കിട്ടിയില്ലേ? എളുപ്പമല്ലേ? നിങ്ങൾക്കൊന്നും കൂടി അറിയാൻ വേണ്ടി, അല്ലെങ്കിൽ ഞാൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സ്വന്തം ചെയ്യാനാണ് പറയാറ്. ഇതൊന്നും കൂടി ചെയ്ത് നോക്കാം. ഇവിടെ ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് ഈ ഒരു പിക്ചർ നോക്കുമ്പോൾ മനസ്സിലാവുന്നില്ലേ ഏത് സൈഡാണ് ഈക്വൽ എന്ന്? ഏത് സൈഡായിരിക്കും ഈക്വൽ? എന്തായാലും ഈ സൈഡല്ലേ ഈക്വൽ, ഇത് ചെറിയ സൈഡല്ലേ. അപ്പം എ ബി ഈസ് ഈക്വൽ ടു എ സി. എ ബി ഈസ് ഈക്വൽ ടു എ സി എന്ന് കിട്ടി. അങ്ങനെ ഇതുപോലെ തന്നെ സെയിം ഈ ഇവിടുത്തെ 20 ഡിഗ്രി തന്നിട്ടുള്ളൂ ഈ ഒരു ആംഗിൾ. അതായത് ബി ആക്കാം. ഈ സൈഡ് ബി, ഈ സൈഡും ബി. വെറുതെ നമ്മൾ നെയിം ചെയ്യുന്നുള്ളൂ. ഈ ബി ഈക്വൽ ആണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെയും ഓപ്പോസിറ്റ് ഈക്വൽ ആംഗിൾസ് ആയിരിക്കില്ലേ ഈ ഒരു സെക്കൻഡ് പോയിൻ്റ് വെച്ചിട്ട്? അപ്പോൾ എങ്ങനെയാണ്? 180 മൈനസ് 20 ദാറ്റ് ഈസ് ഈക്വൽ ടു 160. ഈ കിട്ടിയ 160നെ 20 മൈനസ് 180 ചെയ്യുമ്പം 180 മൈനസ് 20 ചെയ്യുമ്പോൾ 160 കിട്ടിയില്ലേ? ആ 160നെ ഡിവൈഡഡ് ബൈ 2 ചെയ്യുവാണെങ്കിൽ തുല്യമായിട്ട് ഈ രണ്ട് ആംഗിൾസിന് അങ്ങ് കൊടുക്കുവാണെങ്കിൽ ഇത്ര കിട്ടിയില്ലേ? 160 ഡിവൈഡ് ബൈ 2 80 ഡിഗ്രി കിട്ടി. ഇനി എന്താ അടുത്തത്? ഇത് നമുക്ക് എളുപ്പത്തിന് കിട്ടും അല്ലേ? ഇത് കാണുമ്പോൾ നമുക്കും അറിയാം ഏതാണ് ഈക്വൽ സൈഡ്സ് എന്ന്. ഏതൊക്കെയാണ്? പി ആർ ഈക്വൽ ടു ക്യൂ പി അല്ലേ? നമുക്കിവിടെ സി എന്ന് കൊടുക്കാം. 2 സി ആയിക്കോട്ടെ. സി 2 ഈക്വൽ സൈഡ്സായി. പക്ഷേ അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ഇല്ല. 100 മൈനസ് ഇവിടെ 100 എന്ന് തന്നിട്ടുണ്ട്. ഇതെന്തായാലും നമുക്കറിയാം ഇതിന് തുല്യമായിട്ട് ഒരു ആംഗിൾസ് ഇല്ല. അപ്പോൾ ഈ രണ്ട് ആംഗിൾസാണ് ഈക്വൽ. അപ്പോൾ 180 മൈനസ് 100 ഈക്വൽ ടു 80 ഡിവൈഡഡ് ബൈ 2. ഈ 80ന് തുല്യമായിട്ട് നമുക്ക് ക്യൂവിനും ആറിനും കൊടുക്കുവാണെങ്കിൽ, രണ്ടായിട്ട് വായിച്ച് കൊടുക്കുവാണെങ്കിൽ എന്ത് കിട്ടും? 40 ഡിഗ്രി. കണ്ടില്ലേ എത്ര എളുപ്പത്തിൽ നമ്മൾ 4 ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് ചെയ്ത് തീർത്തില്ലേ? അതങ്ങനെ കഴിഞ്ഞു. ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് വായിക്കാം. ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 26 പേജ് നമ്പർ 26 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. എന്തൊക്കെയാണ്? അതിന് മുന്നേ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ട് മറ്റേ
സെക്കൻഡിലും തേർഡിലോട്ടും പോവാം. അത് എളുപ്പമുള്ള ക്വസ്റ്റ്യൻസാണ്. ഇൻ ദിസ് ഫിഗർ ബിലോ, ഇതുപോലെയല്ല, കുറച്ച് നല്ല സർക്കിളാട്ടോ. ഇൻ ദിസ് ഫിഗർ ബിലോ ഒ ഈസ് ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ. ഒ എന്ന് പറയുന്നതാണ് ഈ ഫിഗറിൻ്റെ സെൻറ്റർ, ഇവിടെ ഈ കൊടുത്തേക്കുന്ന ഈ പോയിൻ്റ്. ആൻഡ് എ ബി ആർ പോയിൻറ്റ്സ് ഓൺ ദ സർക്കിൾ. ഓൺ ദ സർക്കിൾ, ഈ സർക്കിളിൻ്റെ ഉള്ളിലെ സെൻറ്റർ എന്ന് പറയുന്നത് ഒ ആണ്. ഈ സർക്കിളിൽ ലൈ ചെയ്യുന്ന ലൈനാണ് എ ബി എന്ന് പറയുന്നത്. എ ബി പോയിൻറ്റ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ എയും ആംഗിൾ ബിയും കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. എളുപ്പമല്ലേ? ഇവിടെ ആംഗിൾ 60 ഡിഗ്രി തന്നിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം നമുക്ക് അറിയണം. എങ്ങനെയാ? ഈ ഒരു ആംഗിൾ എ ഒയും ബി ഒയും ഈക്വൽ ആണെന്ന് നമുക്കറിയണം. എങ്ങനെ അറിയാം? നമുക്കൊരു ക്ലൂ തന്നിട്ടുണ്ട്. ഈ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് ഒറിജിനാണ്, അല്ലേ? സെൻറ്ററാണ്. സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ള സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ളത് എന്താ? സർക്കിളിൻ്റെ റേഡിയസ് അല്ലേ? ആർ. ഇത് മാറല്ലേ? അങ്ങനെയാണെങ്കിൽ എന്താ? എ ഒ ഈസ് ഈക്വൽ ടു ബി ഒ അല്ലേ? ഈക്വൽ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റുള്ള ആംഗിൾസും ഈക്വൽ അല്ലേ? 60 ഡിഗ്രിയാണ്. നമുക്കറിയാം, നമ്മളിവിടെ പഠിച്ചു എന്താ? ഈക്വലാറ്ററൽ ട്രയാങ്കിളാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഒറ്റൊരു കാര്യത്തിൽ 60 ഡിഗ്രി ഇടാം. അല്ലെങ്കിൽ 180 60 മൈനസ് ചെയ്തിട്ട് 120 ഡിവൈഡ് ബൈ 2 60 ഡിഗ്രി ഇടാം. ഏതാ? നമ്മൾ പഠിച്ച രീതിയിൽ നിങ്ങൾക്ക് എങ്ങനെ എളുപ്പം തോന്നാം. ഇത് ഈക്വലാറ്ററൽ ട്രയാങ്കിളാണ്. നമുക്ക് കണ്ട് പ്രൂവ് ചെയ്തു. രണ്ട് സൈഡിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ഓൾറെഡി 60 ഡിഗ്രി തന്നിട്ടുണ്ട്. രണ്ട് സൈഡ് ഈക്വൽ എന്ന് കണ്ടുപിടിച്ചു. രണ്ട് സൈഡ്സിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസും 60 ഡിഗ്രിയാണ് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇതൊരു ഈക്വലാറ്ററൽ ട്രയാങ്കിളാണ്. ആംഗിൾ എയും നമ്മൾ കണ്ടുപിടിച്ചു, ഈക്വൽ ടു 60 ഡിഗ്രി. ആംഗിൾ ബി ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി. അങ്ങനെ അത് കഴിഞ്ഞു. നമുക്കിനി ആ പേജിൽ 2 ക്വസ്റ്റ്യൻസ് കൂടി ഉണ്ട്. അത് ജസ്റ്റ് പറഞ്ഞു പോകാനുള്ളൂ, വളരെ എളുപ്പമാണ്. എന്നാൽ നമുക്കൊന്ന് വരച്ച് നോക്കാം അല്ലേ? എന്താ? one angle of an isosceles triangle is 90 degree. What are the other two angles? നമ്മൾ നേരത്തെ ചെയ്തത് തന്നെ. ഒരു ഐസോസ്ലെസ് ട്രയാങ്കിളിൻ്റെ നമുക്ക് വരച്ച് നോക്കാം. ഒരു ഐസോസ്ലെസ് ട്രയാങ്കിളിൻ്റെ 90 ഡിഗ്രി തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വാട്ട് ആർ ദ അതർ ടു സൈഡ്സ്? ഈ രണ്ട് സൈഡ്സ് എന്താണെന്ന് ചോദിച്ചേക്കുന്നത്. നമുക്കറിയാം. ഇപ്പം നമുക്ക് പേര് കൊടുക്കാം. എ ബി സി. എന്തായാലും എ സി ഈസ് ഈക്വൽ ടു എ ബി ആയിരിക്കും. 90 ഡിഗ്രി 180 മൈനസ് 90 ഡിഗ്രി ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. ഈ 90 ഡിഗ്രീനെ സിക്കും ബിക്കും തുല്യമായിട്ട് കൊടുത്താലോ? 45 ഡിഗ്രി അല്ലേ? 45 ഡിഗ്രി. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വൺ ആംഗിൾ ഓഫ് എൻ ഐസോസ്ലെസ് ട്രയാങ്കിൾ ഈസ് given 90 ഡിഗ്രി. വാട്ട് ആർ ദ അതർ ടു ആംഗിൾസ്? 45 ഡിഗ്രിയാണ് നമ്മൾ കണ്ടുപിടിച്ചു. അങ്ങനെ ആ പ്രോബ്ലം കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വൺ ആംഗിൾ ഓഫ് എൻ ഐസോസ്ലെസ് ട്രയാങ്കിൾ ഈസ് 60 ഡിഗ്രി. വാട്ട് ആർ ദ അതർ ടു ആംഗിൾസ്? നമ്മളിവിടെ ചെയ്ത് തന്നെ ഒരു ട്രയാങ്കിളിൻ്റെ ആംഗിൾ ഒരു ആംഗിൾ 60 ഡിഗ്രി ആണ് എങ്കിൽ ഒന്നെങ്കിൽ നമുക്ക് ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ആണെന്ന് മനസ്സിലാകും. അല്ലെങ്കിൽ രണ്ട് സൈഡ്സ് ഈക്വൽ ആണ് എങ്കിൽ എന്താ? രണ്ട് സൈഡും ഈക്വൽ ആണ് എങ്കിൽ എന്താ? ഓപ്പോസിറ്റ് സൈഡ്സും 60 ഡിഗ്രി ആയിരിക്കും. അല്ലെങ്കിൽ സൈഡ്സ് ഈക്വൽ അല്ല എങ്കിൽ അത് ഐസോസ്ലെസ് ട്രയാങ്കിൾ അല്ല. ഇവിടെ ഐസോസ്ലെസ് ട്രയാങ്കിൾ ആണെന്ന് ക്വസ്റ്റ്യനിലുണ്ട്. അങ്ങനെയാണെങ്കിൽ എയും ആംഗിൾ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾസും 60 ഡിഗ്രി ആയിരിക്കില്ലേ? അത്രയേ ഉള്ളൂ. അടുത്ത പ്രോബ്ലം നോക്കാം. അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്താലോ? പേജ് നമ്പർ 27-ലെ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, അതായത് ബൈസെക്ടേഴ്സിന് മുന്നേ. ഈ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ബൈസെക്ടേഴ്സാണ്. അയ്യോ സോറി, ഉത്തരം നേരത്തെ അങ്ങ് എഴുതി വെച്ചു. നമുക്കപ്പോൾ ഈ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഇതെന്താ തന്നേക്കുന്നത്? ആ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇൻ ദ ഫിഗർ ബിലോ ഒ ഈസ് ദ ഒറിജിൻ. ഇതിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് ഒ ആണ്. ഒറിജിൻ ഒ. ഈ ഒരു സർക്കിളിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് ഒ ആണ്. അതെന്ന് പറയുന്നത് സെൻറ്റർ ഓഫ് ദ സർക്കിളാണ്. ഒ എന്ന് പറയുന്നത് സെൻറ്റർ ഓഫ് ദ സർക്കിളാണ്. എ ബി സി എന്ന് പറയുന്നത് ഈ സർക്കിളിൽ ലൈ ചെയ്യുന്നത്, അതായത് ഉള്ള 3 പോയിൻറ്റ്സ് ആണ്. ഓക്കെ, അത്രയും തന്നിട്ടുണ്ട്. വാട്ട് ആർ ദ ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ എ ബി സി? ഈ എ ബി സിയുടെ ആംഗിളാണ് കണ്ടുപിടിക്കേണ്ടത്. നോക്കുമ്പോൾ നമുക്ക് ഇത്തിരി കൺഫ്യൂഷൻ തോന്നും, ദൈവം എങ്ങനെ കണ്ടുപിടിക്കുന്നു. പക്ഷെ ഒരു കുഴപ്പമില്ല, സുഖമായിട്ട് കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കൊരു കാര്യം അറിയാം. എന്താ? ഇവിടെ 120 ഡിഗ്രി തന്നിട്ടുണ്ട്, ഇവിടെ 120 ഡിഗ്രി തന്നിട്ടുണ്ട്.
വേറൊരു കാര്യം എന്താ, ഈ ഒറിജിനിൽ നിന്നും സർക്കിളിൻ്റെ ഏത് സൈഡിലോട്ടും വരയ്ക്കുവാണെങ്കിൽ, ഒരു ലൈൻ കൊടുക്കുവാണെങ്കിൽ അതെന്ന് പറയുന്നത് എന്താ, അതിൻ്റെ റേഡിയസ് അല്ലേ, ആ സർക്കിളിൻ്റെ റേഡിയസ് അല്ലേ. അപ്പം അതെടുത്ത് എഴുതാം. ഒ ബി ഈസ് ഈക്വൽ ടു ഒ സി ഈസ് ഈക്വൽ ടു ഒ എ. അതെന്ന് പറയുന്നത് റേഡിയസ് ആയതുകൊണ്ടാണ് അത് ഈക്വൽ ആകുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം അറിയാം, ഇത് ഈക്വൽ ആണെങ്കിൽ ഈ ഒരു പോയിൻറ്റിനെ, അതായത് ഈ ഒരു സർക്കിളിനെ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഒരു സർക്കിളിൻ്റെ സം എന്ന് പറയുന്നത് എന്താണ്, സർക്കിളിൻ്റെ സം എന്ന് പറയുമ്പോൾ 360 ഡിഗ്രി ആണല്ലേ. സം ഓഫ് സർക്കിൾ ഈസ് ഈക്വൽ ടു 360 ഡിഗ്രി. 360 ഡിഗ്രിനെ നമുക്ക് ഈ ഒരു ആംഗിൾ വന്നിട്ട് ഈ ഒരു ആംഗിൾ വന്നിട്ടുണ്ട് 120 ഡിഗ്രി 120 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ആംഗിൾ കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ. എങ്ങനെയാണ്, 120 ഡിഗ്രി 360 ഡിഗ്രി ഇവിടെ കിടന്നോട്ടെ കേട്ടോ. സം ഓഫ് ദ സർക്കിൾ 360 ഡിഗ്രി എന്ന് മനസ്സിലാക്കുക. അറിയാം 120 ഡിഗ്രി പ്ലസ് 120 ഡിഗ്രി ഈസ് ഈക്വൽ ടു 240 ഡിഗ്രി. ഈ ഒരു ആംഗിൾ, അതായത് ഇത് 120 ഡിഗ്രി പ്ലസ് 120 ഡിഗ്രിനെ ഈ ഒരു ആംഗിൾ കണ്ടുപിടിക്കണമെങ്കിൽ 360 ഡിഗ്രിന്ന് മൈനസ് ചെയ്താൽ പോരെ. 360 ഡിഗ്രി മൈനസ് 240 ഡിഗ്രി എന്ന് പറയുന്നത് 120 ഡിഗ്രിയാണ്. അപ്പോൾ ഇത് 120 ഡിഗ്രിയാണ്. എന്ത് കിട്ടി, ആംഗിൾ ബി ഒ സി ഈസ് ഈക്വൽ ടു 120 ഡിഗ്രി. കാണുമ്പോൾ തന്നെ അറിയാം, മനസ്സിലാകും, എന്നാലും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യണമല്ലോ. 120 എക്സാമിന് നന്നായിട്ട് ഇതുപോലെ തന്നെ എഴുതുകയും ചെയ്യണം. പോയിൻ്റ് ബൈ പോയിൻ്റ് ആയിട്ട് എഴുതണം, എങ്ങനെയാണ് കിട്ടിയതെന്നൊക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് മാർക്ക് കിട്ടും കേട്ടോ. ആംഗിൾ ബി ഒ സി ഈസ് ഈക്വൽ ടു 120 ഡിഗ്രിയാണെന്ന് കിട്ടി. ഇനി എന്താ കണ്ടുപിടിക്കുക, നമ്മളോട് ശരിക്കും കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് എന്തുവാ, ട്രയാങ്കിൾ എ ബി സിയിലെ ആംഗിൾസ്. ഇനി നമുക്കൊരു കാര്യം ഇവിടെ മനസ്സിലായത് എന്താ, ഈ ഒരു എ ഒ ബി ഈസ് ഈക്വൽ ടു ഒ സി ഈസ് ഈക്വൽ ടു ഒ എ എന്ന് മനസ്സിലായി. റേഡിയസ് ആണ്, ഈക്വലാണെന്ന് മനസ്സിലായി. ഈ എല്ലാത്തിൻ്റെ ആംഗിൾസ് മനസ്സിലായില്ലേ. അപ്പോൾ ഇത്രയും നേരം നമ്മൾ ഇവിടെ ചെയ്ത ഈ പ്രോബ്ലംസൊക്കെ ചെയ്തില്ലേ, അതുപോലെ തന്നെ ഓരോ ട്രയാങ്കിൾ എടുത്തങ്ങ് ചെയ്താൽ പോരെ. ഇത്രയല്ലേ ഉള്ളൂ കാര്യം. 120 ഡിഗ്രി എന്ന് നമുക്ക് അറിയുകയും ചെയ്യാം. ചെയ്ത് നോക്കിയാലോ. ഈ ഒരു സൈഡും ഈ ഒരു സൈഡും ഈക്വലാണ്. അങ്ങനെയാണെങ്കിൽ ഒ ബിയുടെ ഓപ്പോസിറ്റായ ഈ സൈഡും ഒ എയുടെ ഓപ്പോസിറ്റായി ഈ സൈഡും ഈക്വൽ ആയിരിക്കില്ലേ. എങ്ങനെയാ, 120 ഡിഗ്രി, ഒരു ട്രയാങ്കിളിൻ്റെ സമം 180 ഡിഗ്രിയാണ്. 180 മൈനസ് 120 ഈസ് ഈക്വൽ ടു എന്താ, 60 ഡിഗ്രി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ 60 ഡിഗ്രീനെ ഡിവൈഡ് ചെയ്തിട്ട് അങ്ങ് ആംഗിൾ ബി എ ഒയ്ക്കും ആംഗിൾ എ ബി ഒയ്ക്കും കൊടുത്താൽ പോരെ. അതെന്ന് പറയുന്നത് എന്തുവാ, 30 ഡിഗ്രി. ഇതെന്ന് പറയുന്നത് 30 ഡിഗ്രി കിട്ടി, ഇതെന്ന് പറയുന്നത് 30 ഡിഗ്രി കിട്ടി. ഇപ്പം തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും, എല്ലാ ആംഗിളും അങ്ങനെ തന്നെയാണ് അല്ലേ. 120 ഡിഗ്രിയാണ് ഇതിൻ്റെയൊക്കെ. അങ്ങനെയാണെങ്കിൽ ദിസ് ഇസ് ഓൾ ആ 30 ഡിഗ്രി. വീണ്ടും എടുത്ത് എഴുതേണ്ട കാര്യമില്ലല്ലോ. 120 ഡിഗ്രി ഇവിടെ ഉണ്ടെങ്കിൽ അതിൻ്റെ റേഡിയസ്, അതായത് ഈ ഒ സിയും ഒ ബിയും ഈക്വൽ ആണെങ്കിൽ ഇവിടെ 30 ഡിഗ്രി ആയിരിക്കും, ഇവിടെ 30 ഡിഗ്രി ആയിരിക്കും. 180 മൈനസ് 120 ഈക്വൽ ടു 60 ഡിഗ്രി. അത് തന്നെയാണ് എല്ലാ ട്രയാങ്കിളിലും കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ വേറൊരു കാര്യം മനസ്സിലായി, നമ്മളോട് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്, വാട്ട് ആർ ദ ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ എ ബി സി. അപ്പം എ ബി സിയിലെ ട്രയാങ്കിൾ, അതായത് ആംഗിൾ ബി എ സി ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി. ഈ ഒരു ആംഗിൾ അതും കൂടി നമുക്ക് അറിയണം അല്ലേ. ഈ ഒരു ആംഗിൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ എന്താ, 60 ഡിഗ്രി ആയി. ആംഗിൾ എ ബി സി ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി ആയി. ആംഗിൾ എ സി ബി ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി ആയി. ഇത്രയേ ഉള്ളൂ. ഇതൊരു ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിളാണ്. മനസ്സിലായില്ലേ, എളുപ്പമല്ലേ. കാണുമ്പോൾ നമുക്ക് വിചാരിക്കും ഇതെങ്ങനെ കണ്ടുപിടിക്കുന്നു, പക്ഷേ ഒറ്റൊരു ആംഗിൾ കിട്ടി. 2 ആംഗിൾ നല്ല ക്ലൂ അവർ തന്നേക്കുന്നത്. 120 ഡിഗ്രി തന്നിട്ടുണ്ട്, സെൻറ്റർ തന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ പോകണം എന്താ, സെൻറ്ററിൽ നിന്ന് ഈ സർക്കിളിലോട്ട് പോകുന്ന ഏത് ലൈനും അതിൻ്റെ റേഡിയസ് ആണെന്ന്. അത് കിട്ടുവാണെങ്കിൽ, അത് ഈക്വൽ ആണെന്ന് അറിയുവാണെങ്കിൽ ബാക്കി എല്ലാം എളുപ്പത്തിന് ചെയ്യാം. അപ്പോൾ ഇങ്ങനൊരു പ്രോബ്ലം ഏത് രീതിയിലും ചോദിക്കുവാണെങ്കിലും നമ്മളോട് സെൻറ്ററിൽ നിന്ന് സർക്കിളിലേക്ക് ഒരു പോയിൻ്റ് പോകുവാണ്, ഇങ്ങനൊരു ലൈൻ പോവുകയാണെങ്കിൽ അത് സർക്കിളിൻ്റെ സെൻറ്റർ ചെയ്യുന്ന പോകുകയാണെങ്കിൽ അത് റേഡിയസ് ആണെന്ന് നമുക്ക് മനസ്സിലാകണം, അത് ഈക്വൽ ആണെന്ന് നമുക്കറിയണം, അതിനെ റിലേറ്റ് ചെയ്ത ആംഗിൾസും കണ്ടുപിടിക്കണം. മനസ്സിലായോ. ഇനി നമുക്ക് ബൈസെക്ടേഴ്സ് ഉള്ള എല്ലാവരും പോയി ഒരു
കോമ്പസും നല്ല സ്കെയിലും എടുത്തിട്ട് വന്നാൽ നമുക്ക് ബൈസെക്ടേഴ്സ് പെട്ടെന്ന് പഠിക്കാം. ബൈസെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ബൈസെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഈസ് സംതിങ് ദാറ്റ് കട്ട്സ് ആൻ ഒബ്ജക്റ്റ് ഇൻ ടു 2 ഈക്വൽ പാർട്സ്. അതായത് ഒരു വസ്തുവിനെ 2 ഈക്വൽ പാർട്സായിട്ട് കട്ട് ചെയ്യുന്നതിനെയാണ് ബൈസെക്റ്റ് ചെയ്യാന്ന് പറയുന്നത്. അല്ലേ, ഒരു വസ്തുവിനെ 2 ഈക്വൽ പാർട്സായിട്ട് കട്ട് ചെയ്യുന്നതിനെയാണ് ബൈസെക്ടേഴ്സ് എന്ന് പറയുന്നത്, ബൈസെക്ടർ എന്ന് പറയുന്നത്. അത് ലൈൻ സെഗ്മെൻറ്റ്സിനെയും ആംഗിൾസിനെയും ഇങ്ങനെയും ഒരു ആംഗിളിനെ കട്ട് ചെയ്യുന്നതും ബൈസെക്ടറാണ്, ഒരു ലൈനിനെ കട്ട് ചെയ്യുന്നതും ബൈസെക്ടറാണ്. ഓക്കെ, ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിലോട്ട് വരാം. നമ്മളുടെ ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്കിൽ ബൈസെക്ടേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഇങ്ങനെ വെച്ചിട്ടാണ്. ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് AC ഈക്വൽ ടു BC എന്ന്. അതുപോലെ CP എന്ന് പറയുന്ന ഒരു പെർപെൻഡിക്കുലർ ലൈനാണ് ABനെ ഈക്വലായിട്ട് ബൈസെക്റ്റ് ചെയ്തിട്ടുണ്ട്. BC എന്ന് പറയുന്നത് ഈസ് എ ബൈസെക്ടർ. മനസ്സിലായോ? AB എന്ന് പറയുന്ന ലൈന് ഈക്വലായിട്ടൊരു പെർപെൻഡിക്കുലർ ലൈൻ വന്നിട്ടുണ്ട് ഈ ആംഗിളിൽ നിന്ന്. അതെന്ന് പറയുന്നൊരു ബൈസെക്ടറാണ്. PC is a bisector which equal the lines AB and also bisect the angle ACB. Angle C. Angle Cനെ ബൈസെക്റ്റ് ചെയ്യുന്നതാണ് CP. മനസ്സിലായല്ലോ? ഇനി നമുക്ക് പ്രിൻസിപ്പിൾ നോക്കാം. ഇഫ് എനി ഐസോസ്ലെസ് ട്രയാങ്കിൾ, ഒരു ഐസോസ്ലെസ് ട്രയാങ്കിളിൻ്റെ പെർപെൻഡിക്കുലർ ഫ്രം ദ പോയിൻറ്റ് ജോയിനിങ് ഈക്വൽ സൈഡ്സ്, ഒരു ഐസോസ്ലെസ് 2 സൈഡ്സ് ഈക്വൽ ആയിട്ടുള്ള ഒരു ഐസോസ്ലെസ് ട്രയാങ്കിളിൻ്റെ ഒരു ലൈനിൽ നിന്ന്, അതായത് ഒരു ഈക്വൽ സൈഡ്സിൽ നിന്ന് പെർപെൻഡിക്കുലറായിട്ട് ബൈസെക്റ്റ് ചെയ്യുവാണെങ്കിൽ, sides to the opposite sides, if an isosceles triangle the perpendicular from the point joining the equal sides, the angle at the point and the side opposite, ഇതിനെയാണ് ബൈസെക്ടർ എന്ന് പറയുന്നത്. സെയിം നേരത്തെ ആദ്യം പറഞ്ഞ കാര്യം തന്നെയാണ് ഈ ഒരു സെൻറ്റൻസിൽ എഴുതി വെച്ചേക്കുന്നത്. കാര്യം പിടികിട്ടിയല്ലോ? ഈ ട്രയാങ്കിൾ ഒന്ന് മനസ്സിൽ വയ്ക്കുക. ബൈസെക്റ്റ് ചെയ്തു, ഈ ഒരു ലൈനിന് ഈക്വലായിട്ട് ഭാഗിച്ചു, ഈ ഒരു ആംഗിളിനെ ഈക്വലാക്കി, ഒരു ആംഗിളിലും ബൈസെക്റ്റ് ചെയ്തു. ഇത്രയേ ഉള്ളൂ ബൈസെക്ടേഴ്സ്. ഇനി ഈ ബൈസെക്ടേഴ്സിനെ നമ്മൾ വരയ്ക്കാൻ പോവാം. അതിനാണ് കോമ്പസൊക്കെ എടുത്തിട്ട് വരാൻ പറഞ്ഞത്. അപ്പം നമുക്ക് വരച്ച് നോക്കാം. എങ്ങനെയാണ് ബൈസെക്ടേഴ്സിനെ വരയ്ക്കുന്നത് നോക്കിയാലോ? നമുക്ക് ബൈസെക്ടേഴ്സ് വരച്ച് നോക്കിയാലോ? ഇവിടെ നമ്മൾ വരച്ചു ആദ്യം നമ്മൾ എന്താ വരച്ചു? ഒരു ലൈനിനെ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് ഒരു ബൈസെക്ടർ എന്ന്. അങ്ങനെയാണെങ്കിൽ ഒരു AB എന്ന് പറയുന്ന ലൈൻ, AB, ഞാനിവിടെ കോമ്പസ് എടുക്കണില്ല, നിങ്ങൾക്ക് കോമ്പസ് യൂസ് ചെയ്യാൻ അറിയാമല്ലോ, അതുകൊണ്ട് കോമ്പസ് എടുക്കണില്ല കേട്ടോ. സെൻറ്റർ ഇപ്പം നമുക്ക് ഇതിൽ നിന്ന് നോക്കിയാൽ സെൻറ്റർ എന്ന് അറിയത്തില്ല, നമുക്ക് സെൻറ്ററാണ് കണ്ടിരിക്കുന്നത്, ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു കോമ്പസ് എടുക്കാം. കോമ്പസ് എടുത്തിട്ട് A എന്ന പോയിന്റിൽ വെച്ചിട്ട് നമുക്ക് ഏകദേശം ഒരു സെൻറ്റർ അറിയാമല്ലോ. ആ സെൻറ്ററിനേക്കാളും കുറച്ചും കൂടി അളവ് കൂട്ടിയെടുത്തിട്ട് ഇവിടെ ഒരു ആർക്ക് കട്ട് ചെയ്യും. ഇനി അതുപോലെ തന്നെ ഈ സെൻറ്റർ എടുത്തിട്ട് സെൻറ്ററിനേക്കാളും കുറച്ചും കൂടി കൂടുതൽ എയിൽ നിന്ന് പോയിൻ്റ് എടുത്തിട്ട് ഇവിടെ ഒരു ആർക്ക് കട്ട് ചെയ്തു. അതുപോലെ തന്നെ ബിയിൽ നിന്നും സെൻറ്ററിൽ നിന്ന് കുറച്ചും കൂടി വലുതായി ഒരു ആർക്ക് ഇവിടെ കട്ട് ചെയ്യുക. സെൻറ്ററിൽ നിന്നും ബിയിൽ നിന്ന് പോയിൻ്റ് വെച്ച് കോമ്പസ് ഇവിടെ കുത്തിയിട്ട് പെൻസിൽ സെൻറ്ററിൽ നിന്നും കുറച്ചും കൂടി എയിലേക്ക് മുട്ടിച്ച് ഇവിടെ നിന്നൊരു വര വരയ്ക്കും, ഒരു ആർക്ക് കട്ട് ചെയ്യുക. ഈ 2 പോയിന്റിൽ നിന്നും ജോയിൻ ചെയ്യുക. കണ്ടോ? ഈക്വലായിട്ട് ബൈസെക്ടർ നമ്മൾ വരച്ച് സെൻറ്ററും കണ്ടുപിടിച്ചു. ഒരു AB എന്ന് പറയുന്ന ലൈനിനെ ബൈസെക്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെയ്യാം. നമ്മൾ ഫസ്റ്റ് എന്തായിരുന്നു? AB എന്ന് പറയുന്ന ലൈനിനെ ബൈസെക്റ്റ് ചെയ്തു എന്ന് നമ്മൾ കണ്ടത്. ഇനി ഒരു ആംഗിളിന് ബൈസെക്റ്റ് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും വരയ്ക്കാം? നമുക്ക് നോക്കിയാലോ? ഇപ്പോൾ ഇത് തന്നെ നോക്കാം. ആംഗിൾ CAB, ആംഗിൾ CAB. ഓക്കെ, ഇതിന് നമുക്ക് ബൈസെക്ടർ വരയ്ക്കണം. അല്ലെങ്കിൽ ഇവിടെ ഇതല്ല ബൈസെക്ടർ, ഇതിപ്പോൾ ഇങ്ങനെ വരയ്ക്കാം. CAB അല്ലേ? എങ്ങനെ വരയ്ക്കും? ഇവിടെ നമുക്കറിയാം ഈ ഒരു പോയിന്റിൽ നിന്ന്
ഇവിടെ ഒരു ആർക്ക് കെട്ടിയ ഇങ്ങനൊരു ആംഗിൾ പോലെ വരയ്ക്കാം. ഈ 2 പോയിൻ്റ് കിട്ടി. കോമ്പസ് വെച്ച് തന്നെ വരയ്ക്കണം. കൃത്യമായിട്ട് ഇവിടെ 2 പോയിൻ്റ് കിട്ടി. ഈ പോയിൻ്റിൽ നിന്ന് ഇവിടേക്ക് ഒരു ആർക്ക് കെട്ടിയ, ഈ പോയിൻ്റിൽ നിന്ന്, അതായത് ഇതിങ്ങനെ ഈ പോയിൻ്റ് വെച്ചിട്ട് ഇങ്ങനെ ഒരു ആർക്ക് കെട്ടിയ, ഈ പോയിൻ്റിൽ നിന്ന് ഇങ്ങനെ ഒരു ആർക്ക് കെട്ടിയ, അപ്പോൾ ഇവിടെ കിട്ടി. എന്നിട്ട് എ എന്ന ആംഗിളിനാണ് ബൈസെക്റ്റ് ചെയ്യുന്നത്. എ ലൈൻ ബൈസെക്റ്റിംഗ് ആംഗിൾ എ. അങ്ങനെയാകുമ്പോൾ ഈ പോയിൻ്റിൽ കൂടെ സ്ട്രെയിറ്റ് ആയിട്ടൊരു വര വരയ്ക്കുവാണെങ്കിൽ ബൈസെക്ടർ കിട്ടി. ഇത് സ്ട്രെയിറ്റ് അല്ല, നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കുമ്പോൾ ഒരു ബൈസെക്ടർ കിട്ടി. ഇനി നമുക്ക് ഈ ഒരു നമ്മൾ ഫസ്റ്റ് പഠിച്ച ട്രയാങ്കിളിൻ്റെ നോക്കിയാലോ. സെയിം ആണ് കേട്ടോ. എ സി ബി, എ സി ബി. സി എന്ന പോയിൻ്റിൽ നിന്ന് ഒരു ആംഗിൾ ഇങ്ങനെ വരച്ചു. ഈ ഒരു പോയിൻ്റ് കിട്ടി, ഈ ഒരു പോയിൻ്റ് ഈക്വലായിട്ട് കിട്ടാനാണ് നമ്മൾ ഇവിടെ വെച്ചിട്ട് ആംഗിൾ കട്ട് ചെയ്യുന്നത് കോമ്പസ് വെച്ചിട്ട്. എന്നിട്ട് ഈ 2 പോയിൻ്റിൽ നിന്നും ഈ പോയിൻ്റിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ആർക്ക് കട്ട് ചെയ്യുക, ഈ പോയിൻ്റിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ആർക്ക് കട്ട് ചെയ്യാം. എന്നിട്ട് സെൻറ്റർ സിയിൽ നിന്നും ഒരു ബൈസെക്ടർ പെർപെൻഡിക്കുലറായിട്ട് വരയ്ക്കാം. ബൈസെക്ടർ കിട്ടിയില്ലേ? ഇത്രയേ ഉള്ളൂ. നമുക്ക് കോമ്പസ് യൂസ് ചെയ്ത്, പെൻസിൽ യൂസ് ചെയ്ത് എങ്ങനെ ഈ ഒരു ബൈസെക്ടർ, ഈ ഒരു ട്രയാങ്കിളിലെ ബൈസെക്ടേഴ്സ് 2 ആംഗിളിനും ഒരു ലൈനും എങ്ങനെ വരയ്ക്കേണ്ടതെന്ന് മനസ്സിലായി. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ നോക്കാം അല്ലേ. ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 29 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 1, 2, 3, 4 അതൊക്കെ നമുക്ക് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ഡ്രോ എ ലൈൻ 6.5 cm ലോങ് ആൻഡ് ഡ്രോ ഇറ്റ്സ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ. അത് ഇനിയും വരയ്ക്കേണ്ട കാര്യമില്ല, നമ്മൾ ഓൾറെഡി ഇത് ഇവിടെ വരച്ചു. എന്താ? എ ടു ബി. ഈ എ ബി എന്ന് പറയുന്നത് ഒരു 6.5 cm ആണെന്ന് വിചാരിക്കുക. അതിനെ എയിൽ നിന്നും സെൻറ്ററിൽ നിന്നും കുറച്ചും കൂടി എടുത്തിട്ട് ഇങ്ങനെ ഇവിടെ ആർക്ക് കട്ട് ചെയ്യുക. ബിന്ന് കോമ്പസ് വെച്ചിട്ട് പെൻസിൽ സെൻറ്ററിൽ നിന്നും കുറച്ചും കൂടി കൂട്ടിയെടുത്ത് ഇവിടെ ഒരു ആർക്ക് കട്ട് ചെയ്യുക. സെയിം ഇവിടെ ചെയ്യുക. അതിനെ പെർപെൻഡിക്കുലറായിട്ടൊരു ലൈൻ വരയ്ക്കുമ്പോൾ 6.5നെ പെർപെൻഡിക്കുലറായിട്ടൊരു ലൈൻ കിട്ടും, സെൻറ്റർ കിട്ടും. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി ചെയ്തുകൊണ്ട് ചെയ്യേണ്ട. ഇനി നിങ്ങൾ ചെയ്യണം കേട്ടോ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താ? ഡ്രോ എ സ്ക്വയർ ഈച്ച് സൈഡ്സ് 3.75 cm ലോങ്. അപ്പോൾ നമുക്ക് 3.75 cm സ്കെയിലിൽ മെഷർ ചെയ്തെടുക്കണമെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ ബുദ്ധിമുട്ട് വേണ്ടാതിരിക്കാൻ നമുക്ക് ഡയറക്റ്റ് കോമ്പസ് വെച്ചിട്ട് വരയ്ക്കാം. എങ്ങനെയാണ്? 3.75 പ്ലസ് 3.75 എത്രയാണ്? 7.5 ആണ്. 3.75 പ്ലസ് 3.5 എന്ന് പറയുന്നത് 7.5 ആണ്. അപ്പോൾ 7.5 സ്കെയിൽ വരയ്ക്കാൻ ബുദ്ധിമുട്ടില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ലൈൻ 7.5 ഒരു ലൈൻ വരച്ചു. എ ബി എന്ന് നമുക്ക് പേരും കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ എടുക്കുക. സെൻറ്റർ എടുക്കുന്നത് എങ്ങനെയാണ്? ബൈസെക്ടേഴ്സ് വരയ്ക്കാം. എ എന്ന് പറയുന്ന പോയിൻ്റ് സെൻറ്റർ നമുക്കറിയില്ല, എന്നാലും കുറച്ചും കൂടി കൂടുതലെടുത്ത് ഇവിടെ ആർക്ക് കെട്ടിയ, ഇവിടെ ആർക്ക് കെട്ടിയ. ബിയിൽ നിന്നും പേന വെച്ചിട്ടല്ല കേട്ടോ, പെൻസിലും കോമ്പസും വെച്ച് തന്നെ വൃത്തിക്ക് ആർക്ക് കെട്ടിയണേ. ബിയിലേക്ക് ഒരു ആർക്ക് കട്ട് ചെയ്തു. ഞാനിത് എളുപ്പത്തിന് നിങ്ങൾക്ക് പറഞ്ഞു പോകുന്നതാണ്, പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി. ഇവിടെ 2 ആർക്ക് കട്ട് ചെയ്തു. അപ്പോൾ ഈ പോയിൻ്റ് എന്ന് പറയുന്നത് 3.75 ആണ്. 3.75 എന്ന് കിട്ടിയില്ലേ? ഇനി എന്താ ചെയ്യണ്ടേ? ഈ എയിൽ നിന്നും ആദ്യം ഈ സെൻറ്റർ നമുക്കപ്പം കോമ്പസ് ഇവിടെ കുത്തിയിട്ട് ഈ ഒരു മെഷർമെൻറ്റ് എടുക്കാം. 3.5, അതായത് ഞാൻ ഇവിടെ നമുക്ക് ഒ എന്ന് കൊടുക്കാം. ഒ എ എന്ന് പറയുന്ന സൈഡ് എടുത്തിട്ട് മെഷർ ചെയ്തിട്ട്, സ്കെയിലിലല്ല കോമ്പസിലെടുത്തിട്ട് ഡയറക്റ്റായിട്ട് മുകളിൽ വരയ്ക്കാം. പെർപെൻഡിക്കുലറായിട്ട് ലൈൻ കിട്ടി. അതുപോലെ തന്നെ 3.75, അതായത് എയിൽ നിന്നും കോമ്പസ് എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് ആർക്ക് കട്ട് ചെയ്യാം. കിട്ടിയില്ലേ? ഇവിടെ നിന്ന് 3.75 എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് ആർക്ക് കട്ട് ചെയ്യാം. സെയിം സ്ക്വയർ കിട്ടി നമുക്ക്. എല്ലാത്തിൻ്റെയും സൈഡ് ഈക്വൽ 3.75. എളുപ്പമല്ലേ? മനസ്സിലായി എങ്ങനെയാണെന്ന്? ആദ്യം നമ്മൾ 3.75 ഇങ്ങനെ ന്യൂമറി 3.25 അങ്ങനെയൊക്കെ തരുമ്പോൾ നമുക്ക് സ്കെയിലെടുത്ത് വരയ്ക്കാൻ ബുദ്ധിമുട്ടാണ് സ്ക്വയേഴ്സ്. അപ്പം നമ്മൾ എ ബി എന്ന് പറയുന്ന ഒരു ലൈൻ വരയ്ക്കുക. 3.75 പ്ലസ് 3.75 അതിൻ്റെ ബൈസെക്ടേഴ്സ് ഈ ഒരു എ ബി ലൈനെ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 3.75 കിട്ടും. അങ്ങനെയാകുമ്പം ഇവിടെ നിന്ന് ഈ ഒരു കോമ്പസ് വെച്ചിട്ട് ഈ ഒരു എ ഒ എന്ന് പറയുന്ന ലെങ്ത്ത് എടുത്ത് മുകളിലേക്കൊരു ആർക്ക് കെട്ടിയ, മുകളിൽ നിന്ന് സൈഡിലേക്ക് ഒരു ആർക്ക് കെട്ടിയ, എയിൽ നിന്ന്
മുകളിലേക്ക് ഒരു ആർക്ക് കട്ട് ചെയ്യുക. അങ്ങനെ നമുക്ക് ഈ ഒരു സ്ക്വയർ കിട്ടും. എളുപ്പമല്ലേ? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ഡ്രോ ആൻ ആംഗിൾ ഓഫ് 75 ഡിഗ്രി ആൻഡ് ഡ്രോ ഇറ്റ്സ് ബൈസെക്ടർ. ഒരു 75 ഡിഗ്രി എടുത്തിട്ട് ബൈസെക്ടർ കട്ട് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. എങ്ങനെയാണ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ കേട്ടോ. നമുക്കിപ്പം എഴുതാം, നമുക്ക് നോക്കാം. ഒരു ആംഗിൾ നിങ്ങൾ പ്രൊട്രാക്ടറിൽ ആംഗിൾ എടുക്കുക. 75 ഡിഗ്രി നമ്മൾ എടുത്തു. ഇത് 75 ഡിഗ്രി എന്ന് വിചാരിക്കുക. CAB എന്ന് വിചാരിക്കുക. ഇവിടെ ഒരു ആർക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ആർക്ക് കട്ട് ചെയ്തു. ഈ ഒരു പോയിൻ്റ് ഈ ഒരു പോയിൻ്റിൽ നിന്ന് ഇവിടേക്ക് ഒരു ആർക്ക് കട്ട് ചെയ്യുക. ഈ ഒരു പോയിൻ്റിൽ നിന്ന് ഇവിടേക്ക് ഒരു ആർക്ക് കട്ട് ചെയ്യുക. എന്നിട്ട് ഡയറക്റ്റായിട്ടൊരു ബൈസെക്ടർ വരയ്ക്കുക. സിമ്പിളാണ്. നമ്മൾ ഇത്രയും ഇവിടെയൊക്കെ പഠിച്ചത് തന്നെയാണ് ഇവിടെ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 2.25 സെൻറ്റിമീറ്റേഴ്സ്. റേഡിയസ് ഓഫ് 2.25 സെൻറ്റിമീറ്റർ. നമുക്കിപ്പം തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫോർത്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 2.25 സെൻറ്റിമീറ്റർ. എളുപ്പമാണ്. എങ്ങനെയാണ്? ഒരു ലൈൻ വരയ്ക്കുക. AB എന്ന് പറയുന്ന ഒരു ലൈൻ നമ്മൾ വരച്ചു. അതിന് മുന്നേ സർക്കിൾ എന്ന് പറയുന്നത് 2.25 ആണ്. 2.25 പ്ലസ് 2.25 എന്ന് പറയുന്നത് എന്താ? ഇതിൻ്റെ ഡയാമീറ്റർ അല്ലേ? അപ്പം AB എന്ന് പറയുന്ന ലൈൻ വരച്ചിട്ട് 2.25 പ്ലസ് 2.25 ഈക്വൽ ടു 5 ആണ്. ആദ്യം തന്നെ 2.25 എന്ന് പറയുന്ന റേഡിയസ് ആണെങ്കിൽ അതിൻ്റെ ഡയാമീറ്റർ എന്ന് പറയുന്നത് ഒരു റേഡിയസിൻ്റെ ഡയാമീറ്റർ എന്ന് പറയുന്നത് 5 ആയിരിക്കും. 2.25 പ്ലസ് 2.25 ഈക്വൽ ടു 5. അപ്പം ഈ ഒരു ലൈൻ AB എന്ന് പറയുന്നത് 5 നമ്മൾ വരച്ചു. സ്കെയിലിൽ നമുക്ക് വരയ്ക്കാം. AB എന്ന് പറയുന്നത് നേരത്തെ സെയിം ചെയ്തതുപോലെ തന്നെ ഒരു ബൈസെക്ടർ ഇവിടെ വരയ്ക്കുക. എയിൽ നിന്നും ഒരു ആർക്ക് കട്ട് ചെയ്യുക. ബിയിൽ നിന്നും ഒരു ആർക്ക് കട്ട് ചെയ്യുക. ബിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ആർക്ക് കട്ട് ചെയ്യുക. ഒരു ബൈസെക്ടർ വരയ്ക്കുക. ഈക്വലായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു. ഈ ഒരു പോയിന്റിൽ നിന്നും ഇതൊരു O പോയിൻ്റ് ആണെങ്കിൽ, സെൻറ്റർ O ആണെങ്കിൽ, Oയിൽ നിന്നും എയുടെ ഒരു ലെങ്ത്ത് കോമ്പസിലെടുത്ത് ഒരു സർക്കിൾ വരയ്ക്കുവാണെങ്കിൽ നമുക്ക് 2.25 വെച്ചിട്ടുള്ള റേഡിയസ് ഉള്ള സർക്കിൾ കിട്ടും. വരയ്ക്കുമ്പോൾ നമുക്ക് 2.25 റേഡിയസ് ഉള്ള സർക്കിൾ കിട്ടും. മനസ്സിലായോ? എങ്ങനെയാണെന്ന് ഒന്നും കൂടി പറയാം. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നത് 2.25 സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു സർക്കിൾ വരയ്ക്കും. അല്ല കുട്ടികളെ? അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെ വരയ്ക്കും? ആദ്യം അതിൻ്റെ ഡയാമീറ്റർ എന്ന് പറയുന്നത് 5 ആണെന്ന് മനസ്സിലാക്കുക. 2.25 പ്ലസ് 2.25. അതെന്തിനാണ് നമ്മൾ അങ്ങനെ എടുക്കുന്നത്? 0.25 വെച്ച് സ്കെയിലിൽ വരയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് 5 മീറ്റർ ഡയമീറ്റർ 5 ആയിട്ട് എടുത്തു. AB എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്റർ അളന്ന് വരച്ചു. അതിൻ്റെ ഒറിജിൻ നമുക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ എയിൽ നിന്നും ബിയിൽ നിന്നും ആർക്ക് കട്ട് ചെയ്ത്, നേരത്തെ ചെയ്ത പോലെ ആർക്ക് കട്ട് ചെയ്ത് ഒരു ബൈസെക്ടർ ABനെ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്തു. ആ സെൻറ്ററിൽ നിന്നും എയിലേക്ക് ഒരു പോയിൻ്റ്, അതായത് ഒരു കോമ്പസ് വെച്ച് റേഡിയസ് ഇതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് അപ്പം AO ആയിരിക്കില്ലേ? ആ റേഡിയസ് വെച്ചിട്ട് സർക്കിൾ വരയ്ക്കാം. അത്രേ ഉള്ളൂ. എളുപ്പമല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഡ്രോ എ ട്രയാങ്കിൾ ABC വിത്ത് AB ഈസ് ഈക്വൽ ടു. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ആണ്. ട്രയാങ്കിൾ ABC വരയ്ക്കണം. വിത്ത് AB ഈസ് ഈക്വൽ ടു 6 സെൻറ്റിമീറ്റർ. ആംഗിൾ A ഈസ് ഈക്വൽ ടു 22 1/2 ഡിഗ്രി. ഇത് കാണുമ്പോൾ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം നമ്മൾ ഇത്രയും നേരം ഒരു ലൈനിനെ ഇൻ്റർസെക്ഷൻ ചെയ്യുന്ന ഇത് ആംഗിളിനെ 22.5 ഡിഗ്രി എന്ന് പറയുമ്പോൾ അപ്പം തന്നെ മനസ്സിൽ വരണം എന്താ? ഇതൊരു ആംഗിളിനെയാണ് ഇൻ്റർസെക്റ്റ്, അതായത് ഈ ആംഗിളിനാണ് ബൈസെക്ടർ വരയ്ക്കേണ്ടതെന്ന്. ഒരു ഹാഫ് ഇങ്ങനത്തെ ആംഗിൾസ് വരുമ്പോൾ ആംഗിൾ B ഈസ് ഈക്വൽ ടു 67 1/2 ഡിഗ്രി. അപ്പോൾ നമുക്ക് വരച്ചാലോ? എങ്ങനെ വരയ്ക്കാം? ആദ്യം AB എന്ന് പറയുന്ന ലൈൻ വരച്ചു. 6 സെൻറ്റിമീറ്റർ എടുത്തിട്ട് AB ലൈൻ വരച്ചു. അപ്പോൾ നമുക്ക് 22.5 ഡിഗ്രി എത്ര ആലോചിച്ചിട്ടും കിട്ടുന്നില്ല അല്ലേ? അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇവിടെയൊക്കെ എങ്ങനെയാണ് ചെയ്തത്? പ്ലസ് ചെയ്ത് അതിൻ്റെ ഇരട്ടി എടുത്തിട്ട് ആ ലൈൻ വരച്ചിട്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ആംഗിളിൻ്റെ കാര്യത്തിൽ അങ്ങനെ തന്നെ ചെയ്താൽ പോരെ? എങ്ങനെയാണ്? 22.5 പ്ലസ് 22.5 ഡിഗ്രി എടുക്കുക. എന്ന് പറയുന്നത് എത്രയാണ്? 45 ഡിഗ്രിയാണ്. 45 ഡിഗ്രി വരയ്ക്കുക അല്ലേ? നമ്മളൊരു 45 ഡിഗ്രി ആംഗിൾ എടുത്തിട്ട് ഇതാ ഇങ്ങനെ വരച്ചു. ഇതെന്ന് പറയുന്നത് 45 ഡിഗ്രിയാണ് അല്ലേ? 45 ഡിഗ്രി എടുത്തു.
എന്നിട്ട് നമ്മൾ ഏറ്റവും ആദ്യം വരച്ച് പഠിച്ചില്ലായിരുന്നോ ഒരു ആംഗിളിനെ എങ്ങനെ ബൈസെക്റ്റ് ചെയ്യുന്നതെന്ന്? അതേ രീതിയിൽ ഇവിടെ അങ്ങ് വരയ്ക്കാം. എങ്ങനെയായിരുന്നു മറന്നില്ലല്ലോ? ഒരു ആംഗിൾ ഇങ്ങനെ കട്ട് ചെയ്യുക, ഒരു ആർക്ക് കട്ട് ചെയ്യുക, ഈ ഒരു ലൈനിനെ ഒരു ആർക്ക് കട്ട് ചെയ്യുക, ഈ ഒരു പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടേക്കും ഈ ഒരു പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടേക്കും ഒരു ആർക്ക് കട്ട് ചെയ്യുക, ബൈസെക്ടർ വരയ്ക്കുക. വരയ്ക്കുമ്പം ഈ ഒരു ആംഗിളിന് ഈക്വൽ ആയിട്ടല്ല ബൈസെക്ടർ ഡിവൈഡ് ചെയ്തത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് 22½ ഡിഗ്രി ആയിരിക്കും, ഇതും 22½ ഡിഗ്രി ആയിരിക്കും അല്ലേ? എളുപ്പത്തിൽ കിട്ടിയില്ലേ? ഇനി നമുക്ക് ആംഗിൾ ബിയും കൂടി കണ്ടുപിടിക്കണം. ആംഗിൾ എ കണ്ടുപിടിച്ചു, ഇനി ആംഗിൾ ബി കണ്ടുപിടിക്കണം. ആംഗിൾ ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? 67 പ്ലസ് ഹാഫ്, 67 ആൻഡ് ഹാഫ് പ്ലസ് 67½ ഈസ് ഈക്വൽ ടു എന്താ? 67 പ്ലസ് 35 അല്ലേ? 135 അല്ലേ? 135. നമ്മൾ 135നെ പ്രൊട്രാക്ടറിൽ വെച്ചിട്ട് വരച്ചു. 135 എന്ന് പറയുമ്പോൾ ഇങ്ങനെ ആയിരിക്കും വരാം. 135നെ പ്രൊട്രാക്ടർ വെച്ച് വരച്ചു അല്ലേ? വരച്ചില്ലേ? ഇനി സെയിം ഇത് ചെയ്തതുപോലെ തന്നെ ഇങ്ങനൊരു ആംഗിൾ വരച്ച് ഈ ഒരു പോയിന്റിൽ നിന്ന് മാർക്ക് കട്ട് ചെയ്തു. നമ്മൾ ആർക്ക് ഇവിടെ നിന്നൊരു ആർക്ക് ഇവിടെ കട്ട് ചെയ്തു, ഇവിടെ നിന്ന് ഒരു ആർക്ക് ഇങ്ങോട്ടേക്ക് കട്ട് ചെയ്തു, ഇങ്ങനൊരു ആർക്കും കട്ട് ചെയ്തു. സ്ട്രെയിറ്റ് ആയിട്ടൊരു ബൈസെക്ടർ വരച്ചു. എന്നിട്ട് ഈ ഒരു ലൈന് സ്ട്രെയിറ്റ് ആയിട്ട് ഈ ഒരു ലൈന് എത്തുവാണെങ്കിൽ നമുക്ക് ട്രയാങ്കിൾ കിട്ടി അല്ലേ? ട്രയാങ്കിൾ ABC കിട്ടി. നമ്മൾ വരയ്ക്കാൻ എന്താ പറയുക? നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഡ്രോ എ ട്രയാങ്കിൾ ABC വിത്ത് AB 6 സെൻറ്റിമീറ്റർ ആൻഡ് ആംഗിൾ 22. ആംഗിൾ A 22½ ഡിഗ്രിയും ഇതെന്ന് പറയുന്നത് 67½ ഡിഗ്രിയും കിട്ടി. എത്ര എളുപ്പമാണ് അല്ലേ? ഇതൊന്നും കൂടി ഇനി പറയണോ? എങ്ങനെയാണ്? ഒന്നും കൂടി നമുക്ക് പെട്ടെന്ന് പറയാം. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഒരു ലൈൻ AB, ഒരു ട്രയാങ്കിൾ ABCയിലെ ആംഗിൾസ് വരയ്ക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഒരു സൈഡ് AB 6 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. എന്നിട്ട് 22½ ഒരു ഹാഫ് എന്ന് കാണുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കുക നമുക്ക് ഹാഫ് എന്തായാലും പ്രൊട്രാക്ടറിലോ സ്കെയിലിലോ വരയ്ക്കാൻ പറ്റില്ല. അങ്ങനെയാണ് എങ്കിൽ എന്ത് ചെയ്യണം? അതിൻ്റെ ഇരട്ടി എടുക്കണം. ഇരട്ടി എടുക്കുമ്പോൾ നമുക്ക് എന്തായാലും ഹാഫ് എന്ന് പറയുന്നത് 1 ആയി പോകും. നമുക്ക് ആംഗിൾ പ്രൊട്രാക്ടറിൽ അല്ലെങ്കിൽ സ്കെയിലിൽ മെഷർമെൻറ്റും എടുക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ വരച്ചു. ഇവിടെ 45 വരച്ചു, ഇവിടെ 135 വരച്ചു. ആ രണ്ട് ആംഗിളിന് ഈക്വലായിട്ട് ബൈസെക്ടർ വരച്ചു. ബൈസെക്ടർ കൂട്ടിമുട്ടുന്നത് പോയിൻ്റ് C. ഒരു ട്രയാങ്കിൾ ഓഫ് ആംഗിൾ എയും ബിയും കിട്ടി. ഇനി നമ്മുടെ 6th ക്വസ്റ്റ്യൻ എന്താ? ഡ്രോ എ ട്രയാങ്കിൾ ആൻഡ് ദ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ഓഫ് ഓൾ 3 സൈഡ്സ്. ഡു ഓൾ 3 ബൈസെക്ടേഴ്സ് ഇൻ്റർസെക്റ്റ് ഓർ ദ സെയിം പോയിൻറ്റ്. നമുക്കറിയാം ബൈസെക്ടേഴ്സ് എല്ലാ 3 സൈഡ്സ് ഈക്വലാണ്. അങ്ങനെയാണെങ്കിൽ അതൊരു ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിൾ ആയിരിക്കും. അത് ബൈസെക്ട് ചെയ്യുന്ന ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് മിഡ് പോയിൻ്റ് ആയിരിക്കും. അത് എല്ലാവർക്കും ഒറ്റയ്ക്ക് വരയ്ക്കാവുന്നേ ഉള്ളൂ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. പേജ് നമ്പർ 31ത്തെ ക്വസ്റ്റ്യനാണ്. ഇൻ ദിസ് ഫിഗർ O is the center of the circle, AB is a diameter, C is the point on the circle. നമ്മളോട് കണ്ടുപിടിക്കാൻ പറയാം. കമ്പ്യൂട്ട് ആംഗിൾ ACB and draw another figure like this, changing the size of angle COB and calculate angle ACB. ചെയ്ത് നോക്കാം എങ്ങനെ ചെയ്യുന്നത്. ഇത് കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് എന്താ തോന്നുന്നത്? ടെക്സ്റ്റ് ബുക്കിൽ കൃത്യം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ഒരു AB എന്ന് പറയുന്നതും AC പറയുന്നതും റേഡിയസ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഇങ്ങനൊരു ഫിഗർ തരുമ്പോൾ സർക്കിളിൻ്റെ ഉള്ളിലെ റേഡിയസ് വെച്ച് തരുമ്പോൾ നമുക്ക് ഫസ്റ്റ് മനസ്സിൽ പോകേണ്ടത് എന്താ? ഐസോസെലസ് ട്രയാങ്കിൾസ് ആണ് അല്ലേ? ഐസോസെലസ് ട്രയാങ്കിൾസ് ആണ് ഫസ്റ്റ് മനസ്സിൽ പോകേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ആൻസർ പെട്ടെന്ന് കിട്ടും. അപ്പം OB ഈസ് ഈക്വൽ ടു OC എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കില്ലേ? അപ്പം 180 മൈനസ് 50 ഡിഗ്രി ചെയ്തു. അത് ഈസ് ഈക്വൽ ടു 130. അതിന് നമുക്ക് ആംഗിൾ ഡിവൈഡ് ബൈ 2 ചെയ്യുമ്പോൾ ആംഗിൾ OB, അതായത് ആംഗിൾ OCBയും ആംഗിൾ OBCയും രണ്ട് ആംഗിൾസ് അങ്ങ് ഇട്ട് കൊടുക്കാം. ദറ്റ് ഈസ് ഈക്വൽ ടു 55 ഡിഗ്രി. ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് 65 ഡിഗ്രി കിട്ടി. ഈ ഒരു ആംഗിൾ 65 ഡിഗ്രി കിട്ടി. അപ്പോൾ ഈ ഒരു ട്രയാങ്കിൾ OCB ഈസ് ഈക്വൽ ടു നമുക്ക് ആംഗിൾസ് എല്ലാം കിട്ടി.
ഇനി നമുക്കൊരു കാര്യം അറിയാം, നമ്മളുടെ ഡയാമീറ്ററിൻ്റെ എൻഡിൽ, അതായത് ഈ ഒരു സൈഡ്, ഈ ഒരു ഇതെന്ന് പറയുന്ന ഡയമീറ്ററാണ്, ഇതിൻ്റെ സെൻറ്റർ ആംഗിൾ 50 ആണെങ്കിൽ ഈ ഒരു ആംഗിൾ എ എന്ന് പറയുന്നത് 50 ഡിഗ്രിയുടെ ഹാഫ് ആയിരിക്കില്ലേ, 25 ഡിഗ്രി കിട്ടി. അങ്ങനെയാണെങ്കിൽ 50 ഡിഗ്രിയുടെ ഇപ്പുറത്തെ സൈഡ് ഈ ആംഗിൾ എന്ന് പറയുന്നത് സപ്ലിമെൻ്ററി ആംഗിൾ അല്ലേ, 180 മൈനസ് 50 ഡിഗ്രി ഈസ് ഈക്വൽ ടു 130 ഡിഗ്രി. 130 ഡിഗ്രി ഇവിടെ കിട്ടി. എത്ര ഇവിടെ നമുക്ക് ആംഗിൾസൊക്കെ കിട്ടുന്നത്, ഞാൻ ഒന്നും കൂടി പറയാം കേട്ടോ, പെട്ടെന്ന് ഇങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പോൾ മനസ്സിലാവില്ല. ഇനി 125 ഡിഗ്രി കിട്ടി, 130 ഡിഗ്രി കിട്ടി. ഈ ഒരു ആംഗിളും കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മളുടെ ക്വസ്റ്റ്യൻ്റെ ആൻസറായി അല്ലേ. ആംഗിൾ എ സി ബിയുടെ ഉത്തരം കിട്ടും നമുക്ക്. എങ്ങനെയാണ്? 130 പ്ലസ് 25 ഡിഗ്രി ഈസ് ഈക്വൽ ടു എന്താ, 155 അല്ലേ. 155 എന്ന് കിട്ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു 155. 180 മൈനസ് 155 ഈസ് ഈക്വൽ ടു എന്താ, 531, 135. ഈ ഒരു ആംഗിള് 35. 180 മൈനസ് 150 എന്ന് പറയുന്നത് 35 എന്നും കിട്ടി. ഈ ഒരു ആംഗിൾ 35 കിട്ടിയില്ലേ, എളുപ്പമല്ലേ. അല്ലെങ്കിൽ ആംഗിൾ 25 പ്ലസ് 65, 25 പ്ലസ് 65 ഈസ് ഈക്വൽ ടു എന്താ, 80 ഡിഗ്രി അല്ലേ, 90 ഡിഗ്രി, 90 ഡിഗ്രി. അങ്ങനെ അല്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്താൽ മതി, ആംഗിൾ 25 പ്ലസ് 65. നമുക്ക് ഏത് മെത്തേഡ് വേണമെങ്കിലും ഇങ്ങനത്തെ പ്രോബ്ലംസിൽ യൂസ് ചെയ്യാം. നിങ്ങൾ ഓരോ കുട്ടികൾക്കും എങ്ങനെയാണോ തോന്നുന്നത്, നിങ്ങൾക്ക് എങ്ങനെയാണോ മനസ്സിലാകുന്നത്, നിങ്ങൾക്ക് എങ്ങനെയാണോ എളുപ്പമായിട്ട് തോന്നുന്നത്, ആ രീതിയിൽ നമുക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാനേ ഉള്ളൂ. വേണമെങ്കിൽ 25 പ്ലസ് 65 ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി മൈനസ് 90 ഡിഗ്രി മൈനസ് 180 ചെയ്യുമ്പോൾ ഇവിടെ 90 ഡിഗ്രി കിട്ടും. അപ്പോൾ ആംഗിൾ എ സി ബി എന്ന് പറയുന്നത്, ആംഗിൾ എ സി ബി ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി എന്ന് കിട്ടി. ഓക്കെ അല്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡ്രോ അനദർ ഫിഗർ ലൈക്ക് ദിസ് ചേഞ്ചിങ് ദ സൈസ് ഓഫ് ആംഗിൾ സി ഒ ബി ആൻഡ് കാൽക്കുലേറ്റ് ആംഗിൾ എ സി ബി എന്നാണ് പറയുന്നത്. ഇവിടെ ഒരു കാര്യം മനസ്സിലായോ, നമ്മൾ എങ്ങനെ ഈ ഒരു ഡയാമീറ്ററിൽ നിന്നും സർക്കിള് എവിടേക്ക് വരച്ചാലും എന്തായിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. അത് ഒന്നാമത്തെ കാര്യം. പക്ഷെ നമ്മളതൊന്നും ഇപ്പോൾ ഇവിടേക്ക്, ഇപ്പോൾ ചിലർക്ക് ഡൗട്ട് തോന്നും, അങ്ങനെ ഇവിടെയൊക്കെ വരയ്ക്കുവാണെങ്കിൽ എങ്ങനെയാണ് 90 ഡിഗ്രി ആവുമോ? 90 ഡിഗ്രി ആകും. നമ്മൾ എവിടേക്ക് വരയ്ക്കുവാണെങ്കിൽ ഒരു സർക്കിളിൻ്റെ ഒരു സർക്കിളിൻ്റെ ഡയാമീറ്ററിന് നമ്മൾ എവിടേക്കൊക്കെ ഇങ്ങനെയല്ല, ഇങ്ങനെ ഡയാമീറ്ററിൽ നിന്ന് പോയിന്റിൽ നിന്ന് ഇങ്ങനെ വരച്ചാലും ഇതെന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ അതും മനസ്സിലായി. ഡ്രോ അനദർ ഫിഗർ ലൈക്ക് ദിസ് ചേഞ്ചിങ് ഫോർ സൈസ് ആംഗിൾ സി ഒ ബി ആൻഡ് കാൽക്കുലേറ്റ് ആംഗിൾ എ സി ബി. അത് ഈ ഒരു ആംഗിളിന് ചേഞ്ച് വരില്ല. നിങ്ങൾ ഏത് ആംഗിൾ, ഇവിടെ വേണമെങ്കിൽ 35, ഇവിടെ ഏത് ആംഗിൾ വെച്ച് കൊടുത്തിട്ട് നിങ്ങൾ ഇതുപോലെ ചെയ്യുവാണെങ്കിലും ഇവിടുത്തെ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. അത് നമുക്ക് ആ ഒരു ഒറ്റ കാര്യമാണ്, ഒരു ഡയാമീറ്ററിൽ നിന്ന് നമ്മൾ ആംഗിൾ ഏത് പോയിൻ്റ് എവിടെ കൊടുത്താലും ആ ഒരു ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും. ഇതോടെ നമ്മുടെ ബൈസെക്ടേഴ്സും കഴിഞ്ഞു. അപ്പം ഈ ചാപ്റ്ററിലെ എല്ലാ പോർഷൻസും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഈക്വൽ ട്രയാങ്കിൾസിലെ സൈഡ്സ് ആൻഡ് ആംഗിൾസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. 2 സൈഡ്സ് ആൻഡ് ആംഗിൾസ് കംപ്ലീറ്റ് ചെയ്തു. 1 സൈഡ്സ് ആൻഡ് 2 ആംഗിൾസ് കംപ്ലീറ്റ് ചെയ്തു. ഐസോസ്ലെസ് ട്രയാങ്കിൾ കംപ്ലീറ്റ് ചെയ്തു. ബൈസെക്ടേഴ്സ് ചെറിയൊരു പോർഷനായി ബൈസെക്ടേഴ്സും കംപ്ലീറ്റ് ചെയ്തു. സൈഡ്സ് ആൻഡ് ആംഗിൾസ് എന്തായിരുന്നു കുട്ടികളെ, ഓർമ്മയുണ്ടോ? ഫസ്റ്റ് നമ്മൾ പഠിച്ചത് സൈഡ്സും ആംഗിൾസും തന്നിട്ട് ആ 2 ട്രയാങ്കിൾ റിലേഷൻ കണ്ടുപിടിക്കുക. 2 സൈഡ്സ് ആൻഡ് ആംഗിൾസ് എങ്ങനെയായിരുന്നു, 2 സൈഡും ഒരു ആംഗിൾ തന്നിട്ട് വേറൊരു ട്രയാങ്കിളിന് അങ്ങനെ തരുവാണെങ്കിൽ അവർ തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിക്കുക. 1 സൈഡ് ആൻഡ് 2 ആംഗിൾസ് എങ്ങനെയാണ്, ഒരു സൈഡും 2 ആംഗിൾസും അതായത് ആ ഒരു സൈഡിൻ്റെ എൻഡിലുള്ള 2 ആംഗിൾസും മറ്റൊരു ട്രയാങ്കിളിൻ്റെ ഒരു സൈഡിൻ്റെ എൻഡിലുള്ള ആംഗിൾസും ഈക്വൽ ആണ് എങ്കിൽ എന്താ, അതിൻ്റെ ഓപ്പോസിറ്റുള്ള സൈഡും ആംഗിൾസും ഈക്വൽ ആയിരിക്കും, തേർഡ് ആംഗിളും ഈക്വൽ ആയിരിക്കും. ഐസോസ്ലെസ് ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ എന്താ, 2 സൈഡ് ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസും ഈക്വൽ ആയിരിക്കും. 2
ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സും ഈക്വൽ ആയിരിക്കും. ബൈസെക്ടേഴ്സ് എങ്ങനെയാണ്? ഒരു ലൈനെ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് ബൈസെക്ടേഴ്സ്. ഒരു ആംഗിളിനെ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് ബൈസെക്ടേഴ്സ്. എല്ലാം എന്ത് എളുപ്പമായിട്ട് നമ്മൾ പഠിച്ചു അല്ലേ? അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു, എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു.